ഉടമ്പടി വന്ന് എടുത്തത് 26/6/2024. ആദ്യമായിട്ട് ഞാൻ എൻ്റെ 75 ലക്ഷം കടവുമായിട്ടാണ് എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഞാൻ നിൽക്കുമ്പോൾ എന്നോട് കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു, ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നു. 50 ലക്ഷം എല്ലാം പറഞ്ഞു, എന്നിട്ടും അത് വീട് എടുക്കുന്നില്ല. എന്തോ തടസ്സങ്ങളായി. എനിക്ക് കടവുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ജപ്തിൻ്റെ വക്കിലായിരുന്നു. ഞാൻ ഇവിടെ വന്നു. വൈഫ് ആദ്യം ഉടമ്പടി എടുത്ത് പോയി 3 മാസമാകുമ്പോൾ പുതുക്കാൻ വേണ്ടി വന്നേരം ഞാനും ഉടമ്പടി എടുത്ത് ഞാനും ഇവിടുന്ന് എനക്കും ഉടമ്പടി എടുക്കണം തോന്നി. ഇത് ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ വിശ്വാസ പ്രമാണം ജപമാല ഇതെല്ലാം ചെല്ലാൻ എനക്കും തോന്നി. ഞാനെല്ലാം പഠിച്ചു, കാണാപ്പാടം പഠിച്ചു. പിന്നെ കഴിഞ്ഞ കൊല്ലം ജപമാല റാലിയിൽ നമ്മളെല്ലാവരും പങ്കെടുത്തായിരുന്നു. ജപമാല റാലിയിൽ 20 കിലോമീറ്ററോളം നടന്നു. ഇതിൽ ഞാൻ കൊന്തയും ചൊല്ലിക്കൊണ്ട് തന്നെയാണ് നടന്നു എല്ലാവരും ഒന്നിച്ച് പോയത്. ആർത്തുങ്കൽ പള്ളിയിലെത്തിയ അപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിതനായി, മൊത്തം തളർന്നു പോയി. പിന്നെ എനിക്കൊരു തണുത്തൊരു കാറ്റ് പോലെ വന്ന് ശരീരം മൊത്തം തണുത്തു. എനിക്ക് തോന്നിയ വിഷയം കിട്ടി എനിക്ക്. പിന്നെ എനിക്ക് കൂടുതൽ വിശ്വാസമായി. യേശുവിനോടും മാതാവിനോടും ഭയങ്കര വിശ്വാസമായി. എനിക്കൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിൽ, കണ്ണൂർ തന്നെ, പയ്യാവൂർ. ആ കടകളിൽ വരുന്നവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പത്രം എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത്ര പത്രം ഞാൻ അവിടെ നിന്ന് വരുത്തിക്കുമായിരുന്നു. വീടിൻ്റെ കാര്യം പറയാം. നമ്മളൊരു സുഹൃത്ത് തന്നെ ആ വീട് എടുത്തു. 50 ലക്ഷം പറഞ്ഞ വീട് 60 ലക്ഷത്തിന് തന്നെ അവനെടുത്തു. നമ്മളെ കടങ്ങൾ 75 ലക്ഷമായിരുന്നു. 60 ലക്ഷവും കടം തീർന്നു. ഇനി 15 ലക്ഷമേ ഉള്ളൂ.